ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കിഷോറിനോട് ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ കിഷോറെ, നീ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ തന്നാൽ മതിയോ? അത് കേട്ടതും കിഷോർ ഞെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഗോവിന്ദ് അവിടെ നിൽക്കുന്നത്. ഗോവിന്ദനെ കണ്ടതും കിഷോർ ആകെ വിറച്ചുകൊണ്ട് കിഷോർ സാർ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ എന്ന് നിനക്ക് മനസ്സിലായില്ല? നീ എന്താ ഇവിടെ? അത് കേട്ടതും സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഈ മേഡം വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഏത് മേഡം? അത് കേട്ടതും കിഷോർ ബാക്കിലേക്ക് കൈ ചൂണ്ടിയതും അവിടെ ഇരിക്കുന്നത് അവർണികയാണെന്ന് അറിയാതെയാണ് കിഷോർ കൈ ചൂണ്ടിയത്. ദേ ഇരിക്കുന്നു ഗീതാഞ്ജലി മേഡമാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓ, ഗീതു വേണോ കിഷോറിനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? എന്നാ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അത് കേട്ടതും കിഷോർ തിരിഞ്ഞു നോക്കിയപ്പോൾ കിഷോർ ഞെട്ടിപ്പോയി. ഗീതുവിന് പകരം അവർണിക ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ കിഷോർ ആകെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അവിടെ നിന്നും അവർണിക എഴുന്നേറ്റ് കിഷോറിൻ്റെ അടുത്തെത്തി. ഗീതു ആണോടാ നിന്നോട് വരാൻ പറഞ്ഞത്? എടാ ആണോന്ന്? അത് കേട്ടതും കിഷോർ അത് പിന്നെ എങ്ങനെയാ ഗീതു അവർണികയായത്? അപ്പോൾ ഒന്നും മനസ്സിലാവാതെ കിഷോർ ഇങ്ങനെ നിൽക്കുവാണ്. എടാ, ഞങ്ങൾക്ക് എല്ലാം അറിയായിരുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ഞങ്ങൾക്ക് ഇത്ര നേരം മനസ്സിലായി. നാണോ ഇല്ലേ നിനക്ക്? ഗീതാഞ്ജലിയെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയവനാ നീ. അങ്ങനെയുള്ളപ്പോൾ നിന്നെ വെറുതെ വിടാൻ പാടില്ല. സാർ, ഇവനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ എന്നും പറയണം. അത് കേട്ടതും ഗോവിന്ദ് കിഷോറിൻ്റെ കാരണത്തിട്ട് ഒരൊറ്റ അടി കൊണ്ടതും കിഷോർ ആകെ ഇങ്ങനെ മരവിച്ച് നിൽക്കുക. എന്നിട്ട് കിഷോർ ആലോചിക്കുകയാണ്, സാർ ഞാനായിട്ടല്ല ഇങ്ങോട്ട് വന്നത്, ഗീതു എന്നെ വിളിച്ചു വരുത്തിയതാ. കള്ളം പറയുന്നോ? മിണ്ടിപ്പോകരുത്. ഗീതു ഇവിടെ വന്നതിന് മുൻപ് തന്നെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞാനും അവർണികയും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, നാണോ ഇല്ലല്ലോടാ ചെറ്റെ? ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അതിൽ നിന്നും അവർണിക എന്ന് പറയുന്ന പാവപ്പെട്ട ഈ പെൺകുട്ടിയെ ചതിക്കാൻ നിനക്ക് നാണോ ഇല്ലല്ലോടാ? അത് കേട്ടതും ഗോവിന്ദ് സാർ പേടിക്കേണ്ട, ഇനി ഇവൻ്റെ വിധി ഞാനാ തീരുമാനിക്കുന്നത്. ഇവനെപ്പോലുള്ള ഒരുത്തൻ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുത്തൻ എനിക്ക് വേണ്ട സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കുവാണ്. അപ്പോഴേക്കും അവർണിക, കൊല്ല് സാർ ഇവനെ, കൊല്ല് എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അത് കേട്ടത് നാണോ ഇല്ലല്ലോടാ? സ്വന്തം ഭാര്യ പോലും നിന്നെ കൊല്ലാൻ പറയുന്നു. കാമുകിയാണെന്നും പറഞ്ഞ് ഗീതുവിനെ ചതിച്ചു. അതിനു മുമ്പ് അവർണികയെ ചതിച്ചു. ഓരോരുത്തരെയായിട്ട് ചതിച്ച് കാശിന് വേണ്ടി നീ ചെയ്യുന്ന ഈ കള്ളക്കളി ഇതൊരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റാ. നിന്നോട് ക്ഷമിക്കാൻ പറ്റുമോ? നിന്നെ വെറുതെ വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് പതുക്കെ കിഷോറിൻ്റെ അടുത്തേക്ക് ചെല്ലണം. സാർ വേണ്ട, ഞാനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? എന്നാൽ നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് നീ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കിഷോറിൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചതും കിഷോർ പിറകിലിരുന്ന തോക്ക് അങ്ങോട്ട് എടുത്തു. തൊട്ടു പോകരുത് തന്നെ. എന്നെ തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടലോടുന്ന, കിഷോർ, നീ ചെയ്തതൊന്നും ശരിയായ കാര്യങ്ങളല്ല. നിനക്കൊരു പെണ്ണുണ്ട്. ആ പെണ്ണിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നത് വിട്ടിട്ട് പൈസയ്ക്ക് വേണ്ടി നീ പലതും ചെയ്യുക. പൈസയ്ക്ക് വേണ്ടി, അതെ, പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാനെല്ലാം ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഇനിയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. എവിടെ നിങ്ങളെല്ലാവരും കൂടെ ഒളിപ്പിച്ചിരിക്കുന്ന അവളെവിടെ? ആ ഗീതു തന്നെയും കൊല്ലും, ഗീതുവിനെയും കൊല്ലും, എന്നിട്ട് ഇവളെയും കൊല്ലും. എല്ലാവരെയും കൊന്നിട്ട് സമാധാനത്തോടെ ഞാൻ പുറത്തിറങ്ങും, സന്തോഷത്തോടെ ജീവിക്കും. പറയാൻ എവിടെ? ഗീതു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കണ്ണേട്ടനെയും ഞാൻ തീർക്കും. കണ്ണേട്ടൻ എന്ന് പറയുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഗീതുവിനെയും ഞാൻ തീർക്കും. അങ്ങനെയെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ അവർണിക പേടിച്ച് നിൽക്കുക. കിഷോർ, നിന്നോടാ പറഞ്ഞത് തോക്ക് താഴെയിടാൻ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? കൊല്ലുവടി, നിന്നെയും ഞാൻ കൊല്ലും. ഇതിനിടയിലേക്ക് നീ എന്ത് കാര്യത്തിന് അനാവശ്യമായിട്ട് വലിഞ്ഞു കയറി വന്നത്? അത് കേട്ടതും നിന്റെ പൊട്ടക്കളി കണ്ട് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു അതെല്ലാം വിഴുങ്ങിയെന്ന് കരുതിയിട്ടാണോടാ നീ ഇരുന്നത്? എന്നാൽ ഒരിക്കലും അല്ല. ഗീതാഞ്ജലിയുടെ നിരപരാധിത്വം ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. അതുപോലെ ഗോവിന്ദ് സാറിൻ്റെയും. എന്തായാലും നീയാണ് ഏറ്റവും വലിയ ചതിയനെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേട്ടതും പേടിച്ച് വിറച്ച് കിഷോർ, എന്നാ നിന്നെ ആദ്യം തീർക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർണികയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. നീ എന്നിട്ട് നീ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഇവരെ കൊല്ലാലോ. കൊല്ലുപിടിഞ്ഞ് നിന്നെ ഞാൻ എന്നും പറഞ്ഞ് കിഷോർ അവർണികയുടെ നെറ്റിയിൽ തോക്ക് ചൂണ്ടുമ്പോൾ അവർണിക കിഷോറിൻ്റെ കൈ കയറി പിടിച്ചു. ഗോവിന്ദ് സാർ പൊയ്ക്കോ, രക്ഷപ്പെട്ടോ. ഇവനെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ, ഇവനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഞാൻ അങ്ങ് തീർന്നോളാം. ഞാൻ മരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ മരിച്ചേക്കാം സാർ, അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ മരിച്ചാലും ഇവന് സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് അവർണിക പിടിക്കുമ്പോഴേക്കും
ഗോവിന്ദൻ പിന്നീന്ന് വന്ന് കിഷോറിനെ പിടിച്ചു. പക്ഷെ രണ്ടുപേരും ശക്തിയായിട്ട് പിടിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കിഷോർ രണ്ടുപേരെയും തട്ടിമാറ്റി രണ്ടുപേരും ഒരുമിച്ചായി. അങ്ങനെ രണ്ടുപേരെയും കൊല്ലാൻ പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തീർക്കും, ഇതോടുകൂടെ നിങ്ങൾ രണ്ടുപേരും തീരും. ഭാര്യ, അതായത് ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ ഭർത്താവിൻ്റെയും കാമുകിയുടെയും അവിഹിതം കണ്ടുപിടിച്ച് രണ്ടുപേരെയും വെടിവെച്ച് കൊന്നു എന്നായിരിക്കുമല്ലോ അടുത്ത ഇത്. ഇനി നടക്കാൻ പോകുന്നത് അതായിരിക്കും. എന്തായാലും അവളോട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭർത്താവിനെയും കാമുകിയെയും കൊന്ന ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്യും. സമൂഹം അവളെ കുറ്റപ്പെടുത്തും. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ജീവിക്കാൻ പറ്റുമോ? നാണക്കേട് സഹിക്കാനാകാതെ ഹൃദയം പൊട്ടിയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തും അവൾ മരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഗോവിന്ദ് സാർ, എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന നിങ്ങളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. രണ്ടുപേരും മരിച്ചോ, രണ്ടുപേരും അങ്ങോട്ട് തീറ്, അതായിരിക്കും നല്ലത്. കൊല്ലും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ്, കിഷോർ വേണ്ട, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സമാധാനത്തോടെ ജീവിക്കുന്ന ഗീതുവിൻ്റെ ജീവിതം നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നിന്നെ വിശ്വസിച്ച് നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൂടെ കഴിയുന്ന നിൻ്റെ ഭാര്യയെ നീ ചതിക്കുമല്ലേടാ. അത് കേട്ടതും എനിക്ക് ഭാര്യയും കാമുകിയെന്നൊന്നുമില്ല. ആരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവരെ ഞാൻ കൊല്ലും, തീർക്കും, ഗീതാഞ്ജലിയും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് വരുണും സുവർണയാണ് കാണിക്കുന്നത്. എന്താ ഇത്ര നേരമായിട്ടും വാതിൽ തുറക്കാൻ പറ്റാത്തത്? അറിയില്ല, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ചവിട്ടി പൊളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നിൽക്കുക. തുറക്കുക സാർ, സൂക്ഷിക്കണേ എന്ന് പറയുമ്പോഴേക്കും വരുൺ ഒറ്റ ചവിട്ട്. പക്ഷേ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. അതുകൊണ്ട് വരുൺ അവിടെ തെറിച്ച് വീണു. അയ്യോ, സാറിന് എന്തെങ്കിലും പറ്റിയോ? ഈ വാതിലാരെ തുറന്നിട്ടെന്നാവോ? ആർക്കറിയാം. ശരി, എന്നാ വാ നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോഴേക്കും ഗീതു ഓടി വരിക. വരുണേട്ട വന്നോ, വരുണേട്ട എന്നെ രക്ഷിക്കണം. ആ കിഷോർ അവൻ എന്നെ ചതിക്കാൻ വന്നതാ, എനിക്ക് പേടിയാവുന്നു വരുണേട്ട. അവൻ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, എന്നെ നശിപ്പിക്കാൻ നോക്കി. എടി, നീ കള്ളക്കരച്ചിലൊന്നും കരയണ്ട. പിടിക്കപ്പെടുമെന്നായപ്പോൾ നീ ഞങ്ങളുടെ മുൻപിൽ അഭിനയിക്കുകയാണല്ലേ. നീ എന്താണെന്നും നീ കിഷോറിനെ വിളിച്ചു വരുത്തിയതാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ഞങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കിയടി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ കിഷോറിനെ ഇവിടെ വിളിച്ചു വരുത്തിയതിനൊക്കെ തെളിവുണ്ട്. എന്തായാലും നിന്നെ ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ച് നീ വീട് വിട്ട് പോകേണ്ടി വരും ഗീതു. അയ്യോ അല്ല വരുണേട്ടാ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. കിഷോറിനോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ കിഷോർ എങ്ങനെ ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയില്ല. സുവർണ, നന്നായിട്ട് വീഡിയോ എടുക്ക്, ഇവളെ നന്നായിട്ട് വീഡിയോ എടുക്ക്. ഇവളുടെ എല്ലാ കള്ളത്തരങ്ങളും കോടതിയിൽ കാണിച്ച് ഗോവിന്ദനുമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ഗീതു കരഞ്ഞ് പറഞ്ഞിട്ടൊന്നും വരുൺ വിശ്വസിക്കുന്നില്ല. എങ്ങനെ വിശ്വസിക്കും? വരുത്തി തീർക്കാനുള്ള പരിപാടിയാണല്ലോ. ഈ സമയം കിഷോർ നോക്കും ചൂണ്ടി നിൽക്കുക. കൊല്ലും, നിങ്ങളെ ഞാൻ കൊല്ലും. കാമുകനെയും സ്വന്തം കാമുകിയെയും വെടിവെച്ച് കൊന്ന് ഭാര്യ എന്നുള്ള പേര് വരും. അങ്ങനെ രണ്ടെണ്ണവും മരിക്കും. മൂന്നാമതവൾ ആത്മഹത്യ ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ഒരൊറ്റ ചവിട്ട് കൊണ്ടതും നമ്മുടെ കിഷോർ തെറിച്ച് വീണു. ചവിട്ടിയത് വേറെ ആരുമല്ല, അജാസായിരുന്നു. അജാസിനെ കണ്ടതും കിഷോർ ഒന്നുകൂടെ പേടിച്ചു. പക്ഷെ പതറിയില്ല. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് 3 പേരുടെ നേരെയും കിഷോർ തോക്ക് ചൂണ്ടി. ഇനി നിങ്ങൾ ജീവിക്കണ്ട, എനിക്ക് മനസ്സിലായി, ഞാൻ പിടിക്കപ്പെട്ടു എന്ന്. ഇനി എന്തായാലും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ കൊന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് വെടിവെക്കുക. പക്ഷേ എന്താ, അതിലും ഉണ്ടായില്ല. കുറേ പ്രാവശ്യം അമർത്തി നോക്കി, ഒരു രക്ഷയുമില്ല. ഈശ്വര, ഇതെന്താ പൊട്ടാത്തെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുക. അപ്പോഴേക്കും അജാസിന് കാര്യം പിടികിട്ടി. ഒരൊറ്റ ചവിട്ട് കിഷോർ തെറിച്ച് പോയി വീണു. തോക്കും താഴെ വീണു. അപ്പോഴേക്കും അപർണികയുടെ കാലം ചോട്ടില്ല ആ തോക്ക് പോയി വീണത്. അപ്പോൾ ഗോവിന്ദും അജാസും കൂടെ മാറി തല്ലുക. എൻ്റെ ഗോവിന്ദ് സാറിൻ്റെയും ഗീതാഞ്ജലി മേഡത്തിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് വന്ന ദുഷ്ട, നിന്നെ കൊല്ലുവടാ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി. കിഷോറിനെ ഫുട്ബോൾ തട്ടുന്ന പോലെ രണ്ടുപേരും കൂടി ഇട്ട് തട്ടുക. അപ്പോഴേക്കും താഴെ കിടന്ന തോക്ക് അപർണിക എടുത്തതിന് ശേഷം ഇത് ഡാഡിയുടെ കയ്യിലിരുന്ന തോക്കല്ലേ. അപ്പോൾ കിഷോർ ഞെട്ടലോടുകൂടെ അപർണികയെ നോക്കി, ഈ തോക്കാണ് നിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം തന്നെ നിനക്കിട്ടുള്ളതൊക്കെ മുന്നേ കിട്ടിയാന്നെ. അത് കേട്ടതും ഗോവിന്ദ്, അതെന്താ അപർണിക? അതെ, ഈ തോക്കിൽ ബുള്ളറ്റ് നിറച്ച് ഇവനെ കൊല്ലാനായിട്ട് ഞാൻ ആയുധം എടുത്തതാ. അപ്പോഴാണ് ഗീതാഞ്ജലിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം എനിക്ക് ഗീതവും ദൈവമൊക്കെ ആയിട്ട് തന്നത്. അങ്ങനെ വന്നപ്പോൾ നിയന്ത്രണം വിട്ട് ഇവനെ കൊല്ലാതിരിക്കാൻ ഞാൻ തന്നെ എഴുതിയതും ബുള്ളറ്റ് എടുത്ത് മാറ്റിയത്. ഇതിൽ ബുള്ളറ്റ് ഇല്ല സാർ എന്നും അപർണിക പറയുന്നത് കേട്ട് അജാസ്, ബുള്ളറ്റ് ഇല്ലാത്ത തോക്കും കൊണ്ടാണോടാ ഒരാളെ കൊല്ലാൻ ഇറങ്ങുന്നത് നാറി എന്നും പറഞ്ഞ് കിഷോറിനെ വീണ്ടും തല്ലുകൊണ്ട് ഭയങ്കര തല്ലായി. 1.5 അടി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് കിഷോറിനൊരു പിടിയില്ല.
ഇനി നീ ജീവിച്ചിരിക്കണ്ട. നീ എന്താ കരുതിയേ? ഈ കുഴി നീ ഗീതുവിന് വേണ്ടി കുഴിച്ചതാണെന്നോ? ഒരിക്കലുമല്ല. നീ ഗീതുവിന് വേണ്ടി വിരിച്ച വലയിൽ ഗീതു അല്ല കുടുങ്ങിയത്, നീ തന്നെയാ. നീ ഗീതുവിന് വേണ്ടി വിരിച്ച വലയിലാണെങ്കിൽ ഇത് ഞങ്ങൾ നിനക്ക് വേണ്ടി കുഴിച്ച കുഴിയാടാ. എന്തായാലും ആ കുഴിയിൽ നീ കൃത്യമായിട്ട് തന്നെ വന്ന് വീണു. അപ്പോൾ കിഷോർ പേടിച്ചു. എന്നെ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുതോ? ഇത്ര നേരം ഞങ്ങളെ കൊല്ലുമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ, എന്നാൽ കൊല്ലടാ, കൊല്ലേ. അത് കേട്ടതും കിഷോർ പേടിച്ച് പറിച്ച് നിൽക്കുക. തല്ലുകൊണ്ട് ആകെ അവശനായി കിഷോർ അവിടെ കൂഞ്ഞു കൂടി കിടക്കുകയും ചെയ്തു. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. വരുണേട്ടാ, എന്നെ വിശ്വസിക്കണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടി. എന്നിട്ട് അവനെവിടെ? നിൻ്റെ കള്ള കാമുകൻ കിഷോർ. അപ്പോഴേക്കും കിഷോർ ദാ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വരുന്നു. ഇത് കണ്ടതും പേടിച്ച് വിറച്ച് വരുണും സുവർണയും കൂടെ മുകളിലേക്ക് നോക്കി. അവർണികയെ കണ്ടതും വരുൺ ഞെട്ടിപ്പോയി. ഈശ്വര, ഇവള് നമ്മുടെ ലിസ്റ്റിലില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇവളിവിടെ എത്തിയത് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും കിഷോറിനെ കാലുകൊണ്ട് ചവിട്ടിയാണ് അവർണിക ഉരുട്ടി വിടുന്നത്. അവർണിക, എന്ത് പരിപാടിയായി കാണിക്കുന്നേ? തെറ്റ് ചെയ്തത് കിഷോറല്ല, തെറ്റ് ചെയ്തത് ഇവളാണ്, ഗീതു. ഇവളെല്ലാ തെറ്റ് ചെയ്തിട്ട് ആ പാവം കിഷോറിനെ തല്ലി ചതിക്കുന്ന എന്തിനാ? ഇവൻ എങ്ങനെ തല്ലി ചതിക്കാൻ അവർണികയ്ക്ക് നാണോ ഇല്ലേ? സ്വന്തം ഭർത്താവല്ലേ. അതിന് ഇവനെ തല്ലിയത് ഞാനല്ലല്ലോ എന്നും അവർണിക. പിന്നെ ആരാ? അപ്പോഴേക്കും അവർണിക മുകളിലേക്ക് നോക്കി. അവിടെ നിന്നും ഗോവിന്ദും അജാസും ഇറങ്ങി വരുന്നത് കണ്ടു. വരുണും സുവർണയും ഞെട്ടലോടുകൂടെ ഈശ്വര, ഇവരെപ്പോൾ ഇവിടെ എത്തി? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും ഗോവിന്ദും അജാസും താഴേക്ക് ഇറങ്ങി വന്നു. ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഏട്ടനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതാ, എന്നിട്ട് എന്താ ഏട്ടൻ ഫോൺ എടുക്കാതിരുന്നത്? ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ ഈ കാര്യം ഞാൻ ഏട്ടനോട് നേരത്തെ പറഞ്ഞേനെ. എന്തായാലും ഏട്ടനെല്ലാം കൈയോടെ പിടികൂടിയല്ലോ, എല്ലാം മനസ്സിലായില്ല ഏട്ടാ. ഈ ഗീതു ശരിയല്ല ഏട്ടാ, ഇവളെ ഒരിക്കലും ഇനി ഏട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞ് വരുൺ മുന്നിൽ ചെല്ലുമ്പോഴേക്കും ഒരൊറ്റയടി. മിണ്ടരുത് നീ. ഏട്ടനെന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാ, ഇവള് കള്ളിയാ. ഇവള് കിഷോറിനെ വിളിച്ചു വരുത്തിയതിനൊക്കെ ഉള്ളൊരു തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഏട്ടാ. അത് കേട്ടതും ഇത്രയും നാളും നിനക്ക് അന്നം തരാൻ വേണ്ടി സമ്പാദിച്ച കൈയായത്. ഈ കൈയുടെ തഴമ്പ് കൊണ്ട് നിൻ്റെ കവളത്ത് എൻ്റെ കൈ വീഴരുത്, മനസ്സിലായല്ലോ? മര്യാദയ്ക്ക് മാറി നിന്നോ. ഒരടി കൊണ്ട് മതിയായെങ്കിൽ മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലടാ ഞാൻ കരുതിയത് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും ഗീതു, ഇപ്പം എല്ലാം മനസ്സിലായല്ലോ കണ്ണേട്ടാ. എന്തായാലും എല്ലാവരും കൂടെ എന്നെ ഇതാക്കുമായിരുന്നില്ലേ, ഇപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? എന്നെ ചതിക്കാൻ വേണ്ടി, എന്നെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഓരോ പ്ലാൻ ഇട്ടതാ, നമ്മളെ രണ്ടുപേരെയും പിരിക്കാൻ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. വരുണേട്ടാ, നിങ്ങൾ പ്ലാൻ ചെയ്തത് മുന്നേ മനസ്സിലാക്കിയത് കണ്ണേട്ടനാ. നിങ്ങളുടെ പ്ലാൻ പ്രകാരം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നും വിചാരിച്ചത് കണ്ണേട്ടൻ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ പ്ലാൻ വിജയിക്കാതിരിക്കാൻ ആ കുഴിയിൽ നിങ്ങളെ തന്നെ വീഴ്ത്താൻ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതും ഗോവിന്ദേട്ടനാ. അത് കേട്ടതും വരുൺ ഞെട്ടലോടുകൂടെ വരുണും സുവർണയും നോക്കി നിൽക്കുക. ഏട്ടൻ, ഞാൻ വേണ്ട, ഒരക്ഷരം മിണ്ടരുത് നീ. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ ഇതിനുള്ള സാക്ഷിയാകാൻ ഒരുത്തി, അവരെവിടെ? കാണാനില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ചോദിക്കുമ്പോഴേക്കും രാധിക കാറുമായിട്ട് അവിടെ എത്തി. കാറിൽ നിന്ന് ഇറങ്ങി രാധിക അങ്ങോട്ട് വന്നതും എല്ലാം കൊണ്ടും കളി കാണാനായിട്ട് അവസാനമായിട്ട് വന്നതാണല്ലേ? കളിക്കളത്തിലേക്ക് മക്കളെയും എല്ലാവരെയും അയച്ചു വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണല്ലേ? കിഷോറിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മകനും പെട്ടു, നിങ്ങളും പെട്ടു. എന്താ കണ്ണാ, ഞാൻ തന്ന ഇൻഫർമേഷനൊക്കെ ശരിയായിരുന്നില്ലേ? ശരിയായിരുന്നു അമ്മേ എന്നും സങ്കടത്തോടെ ഗോവിന്ദ് പറയുക. അത് കേട്ടതും എന്ത് ഇൻഫർമേഷൻ? ഇവർ കള്ളിയാണ് കണ്ണേട്ടാ, കള്ളി. ഇവരാണ് എല്ലാത്തിനും കാരണക്കാരി. അല്ല ഗീതു, കിഷോർ നീയുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് അമ്മയെയും വരുണിനെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. അതും കിഷോർ തന്നെ. ഇവനാണെല്ലാം ചെയ്തത്. അമ്മ എന്നോട് നേരത്തെ വിളിച്ചെല്ലാം പറഞ്ഞായിരുന്നു. അത് കേട്ടതും ഗീതു ഞെട്ടിപ്പോയി. ഇത്രയും നേരം താൻ ഒരുക്കിയ കെണിയിൽ രാധികാമ്മയെ വീഴ്ത്തണമെന്നായിരുന്നു ഗീതുവിൻ്റെ മനസ്സിൽ. പക്ഷേ രാധികാമ്മയും അവിടെയും രക്ഷപ്പെട്ടു. എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഗീതു ആലോചിക്കുകയാണ്. അപ്പോഴേക്കും രാധിക നടന്ന സംഭവം ഇങ്ങനെ ആലോചിച്ചു. രാധിക വരുണിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഞ്ചന വരികയാണ്. മാമി ആരെ വിളിക്കുന്നേ? ഇന്നേക്ക് ഗസ്റ്റ് ഹൗസിൽ പലരും ഉണ്ടല്ലോ. ഗസ്റ്റ് ഹൗസിൽ പലരും ഉണ്ടോ? ഗസ്റ്റ് ഹൗസിൽ ഗീതു മാത്രമല്ലേ ഉള്ളൂ, പലരും ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതോ, ഗസ്റ്റ് ഹൗസിൽ ഇന്ന് ഗീതു ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ഗോവിന്ദും മാമാവും കൂടെ പോകുന്നത് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇന്ന് അവരവിടെ റൊമാൻസ് നടത്തുമായിരിക്കും. ആരുടെയും ശല്യമില്ലാതെ അവിടെ റൊമാൻസ് ആഘോഷിക്കാനായിരിക്കും അവരുടെ തീരുമാനം. അതിനു വേണ്ടിയായിരിക്കും രണ്ടുപേരും ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്, അല്ലേ മാമി? അത് കേട്ടതും രാധിക ഞെട്ടി. ഈശ്വര, അങ്ങനെയാണെങ്കിൽ പ്ലാനുകളെല്ലാം പൊളിയും.
വരുണും ഞാനും പെടും. അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ചുകൊണ്ട് രാധിക ഫോൺ വിളിക്കുകയാണ് മാറി മാറി. വരുൺ എത്ര വിളിച്ചിട്ടും എടുക്കുന്നില്ല. ഫോൺ എടുത്തില്ലെങ്കിൽ പ്രശ്നമാകും. വരുൺ എത്ര വിളിച്ചിട്ടും വരുൺ ഫോൺ എടുത്തില്ല. കാരണം വരുണിൻ്റെ ഫോൺ കാറിൽ വെച്ച് മറന്നു. അതിനുശേഷമാണ് രാധിക ഫോൺ വിളിച്ച് ഗോവിന്ദനോട് എല്ലാ കാര്യവും പറയുന്നത് പോലെ അഭിനയിക്കുകയാണ്. കാരണം ഗോവിന്ദനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ രാധികയ്ക്ക് മാപ്പ് സാക്ഷിയാകാമല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാം മനസ്സിലാക്കി രാധിക ഇത് ചെയ്തത് സത്യമാണെന്ന് ഗീതുവിന് ഒരിക്കലും മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം ഇവിടെ കുഴിച്ച കുഴിയിലും രാധിക വീണില്ല എന്ന് മനസ്സിലാക്കി ഗീതു ഇങ്ങനെ തകർന്ന് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.